ഹലോ ഗൈസ്, വെൽക്കം ടു സിഞ്ചു ടെക് ഷെയർ. ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഒരു ഫോർട്ടിനെറ്റിന്റെ 40 ഗേറ്റ് ഫയർവാൾ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്ന ഫയർവാൾ. ഫോർട്ടിനെറ്റിന്റെ 40 ഗേറ്റ് 60F-ഉം 40F-ഉം എന്ന് പറയുന്ന രണ്ട് മോഡലുകളായിട്ടുള്ള ഫയർവാളുകളാണ് ഞാൻ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത്. ഇത് അൺബോക്സിംഗ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഫയർവാൾ എന്ന് നമുക്ക് നോക്കാം. ഇന്റർനെറ്റിൽ ഫയർവാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓഫീസിന്റെയോ വീടിന്റെയോ ഗേറ്റിലുള്ള സെക്യൂരിറ്റി ഗാർഡ് പോലെയാണ്. അതായത് ഒരു സെക്യൂരിറ്റി ഗാർഡ് ആ ഗേറ്റിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ആരൊക്കെയാണെന്ന് ചെക്ക് ചെയ്തിട്ട് പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലെയാണ്. അത് അകത്തോട്ട് പോകുന്നതാകാം അല്ലെങ്കിൽ അകത്തുനിന്ന് പുറത്തോട്ട് പോകുന്നതാകാം. അകത്തോട്ടോ പുറത്തോട്ടോ പോകുന്ന കാര്യങ്ങൾ വേണയോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു സെക്യൂരിറ്റി ഗാർഡാണ്. അതുപോലെ തന്നെയാണ് ഒരു ഫയർവാൾ ഒരു ഓഫീസിന്റെ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്നത്. ആ ഓഫീസിന്റെ ഇന്റർനെറ്റിലൂടെ പോകേണ്ട ട്രാഫിക് എന്താണോ എന്ന് ഈ ഫയർവാളാണ് തീരുമാനിക്കുന്നത്. അത് അകത്തോട്ട് വരുന്നതാവാം, പുറത്തോട്ട് പോകുന്നതാവും, ഏതെല്ലാം സൈറ്റുകൾ വേണം, ഏതെല്ലാം ആപ്ലിക്കേഷൻ അലോ ചെയ്യണം, ഒരാൾ എത്ര സ്പീഡിൽ പുറത്തോട്ട് പോകണം, എത്ര സ്പീഡിൽ അകത്തോട്ട് വരണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫയർവാൾ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ അൺബോക്സിംഗ് ചെയ്യാനായിട്ട് എന്റെ കയ്യിൽ രണ്ട് ഫയർവാളുകളാണ് ഒന്നുള്ളത്. ഒന്ന് 60F-ഉം ഒന്ന് 40F. അപ്പോൾ നമുക്ക് ആദ്യം 60F ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഫയർവാൾ ക്ലോത്തിന്റെ കവറിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ബുക്ക്ലെറ്റ് വരുന്നുണ്ട്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. പിന്നെ ഇതിൽ വരുന്നത് ഈ കാണുന്ന കാര്യങ്ങളാണ്: പവർ കോഡ്, പവർ സപ്ലൈ, ഒരു പാച്ച് കോഡ്. ഈ കാണുന്നതാണ് ഫോർട്ടിനെറ്റിന്റെ ഫയർവാൾ. ഇതൊരു ഫാൻലെസ് ഡെസ്ക്ടോപ്പ് ടൈപ്പ് മോഡലാണ്. അതായത് ടേബിൾ ടോപ്പിൽ ഫിക്സ് ചെയ്യുന്ന ടൈപ്പ് ഡിവൈസ് ആണ്. ഈ കാണുന്ന പോർട്ടുകളാണ്. ഇവിടെ ഫ്രണ്ടിൽ LED-കളുണ്ട്, ബാക്കിൽ പവർ സപ്ലൈ കണക്ട് ചെയ്യാനും ഇതിന്റെ പോർട്ടുകളുണ്ട്. ഇതിന്റെ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഈ 40 ഗേറ്റ് 60F-ന്റെ പുറത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. പുറത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റിക്കർ കാണാം. ഇവിടെ ഇതിന്റെ DHCP റേഞ്ച്, ഇതിന് വരുന്ന IP എന്താണ്, ലോഗിൻ ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാണ്ട് നമുക്ക് ഇവിടെ ഫോർട്ടിനെറ്റ് ക്ലൗഡ് കീ എന്ന് പറഞ്ഞൊരു സംഭവം കാണാം. അത് യൂസ് ചെയ്തിട്ടാണ് ഈ ഡിവൈസ് നമുക്ക് ഫോർട്ടിനെറ്റിന്റെ ക്ലൗഡ് മാനേജറിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ക്ലൗഡ് മാനേജർ വെച്ച് നമുക്ക് ഈ ഡിവൈസ് മാനേജ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും പറ്റും. ഇനി നമ്മൾ ഇതിന്റെ ഫ്രണ്ട് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം 40 ഗേറ്റ് 60F എന്ന് എഴുതി കാണാം. ഇതൊരു LED ഇൻഡിക്കേഷൻ ആണ്. അതുകൂടാണ്ട് 3 LED ഇൻഡിക്കേഷൻ ഉണ്ട്. ഒന്ന് പവർ, സ്റ്റാറ്റസ്, HA. അതുകൂടാണ്ട് നമുക്ക് 5 ലാൻഡ് പോർട്ടിന്റെ ഇൻഡിക്കേഷൻ, പിന്നെ ഒരു A and B ഉണ്ട്. അത് 40 ലിങ്കിന് യൂസ് ചെയ്യുന്ന ഒരു പോർട്ടുകളാണ്. അതുകൂടാണ്ട് DMCയുടെ ഒരു പോർട്ട് ഉണ്ട്, WAN 1 WAN 2. ഇതിൽ മോളിത്തത് ലിങ്ക് ആക്ട്, അതായത് മോളിത്തെ ഇൻഡിക്കേഷൻ ഇതിന്റെ ലിങ്ക് അപ്പാണോ അല്ലേ എന്ന് കാണിക്കാനും, താഴെയുള്ളത് സ്പീഡ് ഇൻഡിക്കേറ്റ് ചെയ്യാനും. അതായത് 100 MB ആണ്, 1 GB ആണ് എങ്കിൽ രണ്ട് ഡിഫറെന്റ് കളറുകളായിരിക്കും ഈ LED-കൾ കത്തുന്നത്. ഇനി നമ്മൾ ബാക്ക് സൈഡിലോട്ട് വരെയും നമുക്ക് കാണാം ഒരു എർത്ത് കൊടുക്കാനുള്ള ഒരു പോർട്ട് കാണിക്കുന്നുണ്ട്, സ്ക്രൂ ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഗ്രൗണ്ട് ചെയ്യാൻ, അഡീഷണൽ ആയിട്ട് ഈ ഡിവൈസ് ഗ്രൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാണ്ട് നമ്മളുടെ പവർ പ്ലഗ് കണക്ട് ചെയ്യേണ്ടത്, അതായത് ഇതിന്റെ ഒരു അഡാപ്റ്റർ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. 12 വോൾട്ടിന്റെ ഒരു DC അഡാപ്റ്ററാണ് ഇതിന്റെ കൂടെ വരുന്നത്. അതിന്റെ കണക്ടർ കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടാണ് ഉള്ളത്. പിന്നെ ഉള്ളത് USB. ഇത് USB എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3G അല്ലെങ്കിൽ 5G USB മോഡംസ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്തിട്ട് ഇന്റർനെറ്റ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം. അതായത് നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ 3Gയുടെ 5Gയുടെ USB മോഡം ഉണ്ടെങ്കിൽ അത് പ്ലഗ് ചെയ്തിട്ട് നമുക്ക് ഇതിന് ഇന്റർനെറ്റ് കിട്ടി ഇതിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഫയർവാൾ കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാം. ഇതിന് ശേഷം ഒരു കൺസോൾ പോർട്ട് കാണാം. കൺസോൾ പോർട്ട് ഇതിന്റെ മാനേജ്മെന്റിന്റെ പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് WAN 2 WAN 1. നമുക്ക് രണ്ട് വാനുകളാണ് ഇതിൽ കോൺഫിഗർ ചെയ്യാവുന്നത്. അതുകൂടാണ്ടും വാനുകൾ നമുക്ക് കോൺഫിഗർ ചെയ്യാം. ബൈ ഡിഫോൾട്ട് ഇതിൽ വരുന്ന ലേബിൾ വരച്ച് WAN 2-ഉം WAN 1-ഉം ഉണ്ട്. പിന്നെ DMZ എന്ന് പറഞ്ഞൊരു പോർട്ടും വരുന്നുണ്ട്. പിന്നെ വരുന്നത് AB എന്ന് പറഞ്ഞിട്ട് രണ്ട് പോർട്ടുകളാണ്. ഇത് ഫോർട്ടിനെറ്റിന്റെ തന്നെ ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്രിഫറബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് മാറ്റി കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലോഗിൻ വിൻഡോയിൽ കയറി കഴിഞ്ഞാൽ 5 LAN പോർട്ടുകളുണ്ട്. ഇത് ഹാർഡ്വെയർ LAN പോർട്ടുകളാണ്. നമുക്ക് ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് സെപ്പറേറ്റ് പർപ്പസിനുണ്ട്. ഓരോ പോർട്ടുകളും ഓരോ നെറ്റ്വർക്ക് ആയിട്ടും ഓരോ പർപ്പസിന് വേണ്ടി കോൺഫിഗർ ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിന്റെ പുറത്തുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ എല്ലായിടത്തും ഹീറ്റ് എക്സോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് ഫാൻ ഇല്ല. ഇതൊരു ഫാൻ ഇല്ലാത്ത മോഡലാണ്. അതുകൊണ്ട് നോയ്സ്ലെസ് ആണ്. ടേബിൾ ടോപ്പിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യുക. നോർമലി ഫയർവാളുകളെല്ലാം വെക്കുന്ന ഒരു സെർവർ റൂമിലായിരിക്കും. അവിടെ എന്തായാലും ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ടാവും. ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്യാനുള്ള ഇതിന്റെ അകത്തുള്ള ഹാർഡ്വെയറും ഇതിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളാണ്. അതിനു മുമ്പായിട്ട് ഈ 60F-ഉം കൂടി ഓപ്പൺ ചെയ്തിട്ട് അതിന്റെയും കൂടി ഒരു ഔട്ട്സൈഡ് വ്യൂ എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം നമുക്കൊരു ഇന്റേണൽ ഹാർഡ്വെയർ കമ്പാരിസണും, അതായത് ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളും, എത്ര യൂസേഴ്സ് ആണ്, കപ്പാസിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് ഫോർട്ടിനെറ്റിന്റെ FGT 40F. കാഴ്ചയിൽ ബോക്സ് രണ്ടിന്റെയും ഒരേപോലെയാണ്. അകത്തുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് വ്യത്യാസമായിരിക്കും. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിന്റെ അകത്തും പാക്ക് ചെയ്ത് വരുന്നത് ഒരു ക്ലോത്ത് കവറിൽ ഈ ഡിവൈസ് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു ബുക്ക്ലെറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് 40F-ന് 60F ഒരേ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ് കൊടുത്തിട്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് പവർ കോഡ് കാണാം. പവർ അഡാപ്റ്റർ ഡിഫറെന്റ് ആണ്. ആംബിയർ കുറഞ്ഞൊരു പവർ അഡാപ്റ്ററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കണക്ടറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലാൻ കേബിളും കൊടുത്തിട്ടുണ്ട്. 40F പുറത്തെടുക്കാം. ഇതൊന്ന് കാഴ്ചയിൽ
60F പോലെയൊക്കെ തന്നെയാണ്, പക്ഷെ പോർട്ടുകളുടെ എണ്ണവും കാര്യങ്ങളെല്ലാം ഇവിടെ കുറവാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. 40Fന്റെ പുറത്തും ഇവിടെയും ഇതുപോലെ തന്നെ ഇതിന്റെ DHCP റേഞ്ച്, ഇതിന്റെ ഡീഫോൾട്ട് IP വരുന്നത് എന്താണ്, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 40 ക്ലൗഡ് കീയും കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യാൻ പർപ്പസിന് വേണ്ടി. പിന്നെ ഒരു iOS മൊബൈൽ ആപ്പ് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്രണ്ട് സൈഡിലോട്ട് വരികയാണെങ്കിൽ 60F പോലെ തന്നെയാണ്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, അതിന്റെ ഒപ്പം തന്നെ ഒരു നെയിമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 3 ഇൻഡിക്കേറ്റർ വേറെ കൊടുത്തിട്ടുണ്ട്, അതായത് സ്റ്റാറ്റസ്, പവർ, HA എന്ന് പറഞ്ഞിട്ടുള്ളതും 3 LAN പോർട്ടും ഒരു 40 ലിങ്കിന്റെ A പോർട്ടും പിന്നെ ഒരു WAN പോർട്ടാണ് ഉള്ളത്. അത് മുകളിൽ കണക്റ്റിന്റെ ഇൻഡിക്കേഷൻ കൊടുക്കാനും താഴെ ഉള്ളത് സ്പീഡിന്റെ ഇൻഡിക്കേഷനുമാണ്. സൈഡിലോട്ട് വരികയാണെങ്കിൽ 2 സൈഡിലും ഹീറ്റ് പോകാനുള്ള ഹോളുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ എർത്തിനുള്ള ഒരു പ്രൊവിഷനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ കണക്ടർ, പിന്നെ USB. GF പറഞ്ഞതുപോലെ തന്നെ USB ഡോങ്കിൾസ് കണക്ട് ചെയ്തിട്ട് നെറ്റ് കിട്ടാനുള്ള പ്രൊവിഷനിങ്ങിന് വേണ്ടിയാണ് ഈ സോട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാം കൺസോൾ പോർട്ട്. കൺസോൾ പോർട്ട് ഇതിന്റെ മാനേജ്മെന്റ് പർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. കൺസോൾ പോർട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് കേബിൾ ഉണ്ട്. PC-യുടെ കോം പോർട്ട് വഴിയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് പൊട്ടി വെച്ചിട്ട് നമുക്ക് ഇത് ഡയറക്റ്റ് ടെർമിനൽ വെച്ച് കണക്ട് ചെയ്തിട്ട് കമാൻഡ് ലൈൻ വർക്ക് ചെയ്യാനും എന്തെങ്കിലും ഇത് ബൂട്ട് ചെയ്യാത്ത ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഈ മാനേജ്മെന്റ് പോർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. പിന്നെ വരുന്ന ഏരിയ ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്, അതായത് 60Fനും 40Fനും ഒരേ കേസാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇത്രയും ഭാഗം ബ്ലാങ്ക് ആയിട്ട്, ബാക്കി ഇവിടെ ഒരു WAN പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 40 ലിങ്കിന്റെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതിന് A എന്നൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, 3 LAN പോർട്ട് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഫയർവാൾ ഒരു ഓഫീസിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര യൂസേഴ്സ് ആണ് ആ ഓഫീസിലുള്ളത്, എത്രയാണ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഉണ്ടാവുക, അതിനനുസരിച്ച് വേണം നമ്മൾ ഒരു ഫയർവാൾ ഒരു ഓഫീസിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 10 to 15 യൂസേഴ്സ് ആണെങ്കിൽ 40Fും ഒരു 25 to 35 യൂസേഴ്സ് ആണെങ്കിൽ 60F ആണ്. അതിനും എബോവ് യൂസേഴ്സ് ആണെങ്കിൽ ഇതിന്റെ അടുത്ത മോഡലുകളായ 80F, 100F, 200F തുടങ്ങിയ മോഡലുകളൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. 60Fന്റെ മാക്സിമം ത്രൂപോർട്ട് എന്ന് പറയുന്നത് 10 GB ആണ്. 10 GB എന്ന് പറയുന്നത് വിത്തൗട്ട് എനി സെക്യൂരിറ്റി ഫീച്ചർ, ഒരു സെക്യൂരിറ്റി ഫീച്ചറും എനേബിൾ ചെയ്യാറുണ്ട്. ഈ ഫയർവാളിൽ നിന്നും നമുക്ക് മാക്സിമം കിട്ടാവുന്ന ഒരു ത്രൂപോർട്ട് എന്ന് പറയുന്നത് 10 GB ആണ്. അതേസമയം 40Fലോട്ട് വരുമ്പോൾ അത് 5 GB ആണ്. മറ്റൊരു ഡിഫറൻസ് ആണ് ഇതിന്റെ IPS ത്രൂപുട്ട് ഡിഫറൻസ്. അതായത് IPS എന്ന് പറഞ്ഞാൽ ഇൻട്രോഷൻ പ്രിവെൻഷൻ സിസ്റ്റം. IPS എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഫീച്ചർ ആണ്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫയർവാളിലൂടെ കടന്നു പോകുന്ന ട്രാഫിക്കിൽ ഇൻട്രക്ഷൻ പ്രിവെൻഷൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻട്രക്ഷൻ നടക്കുകയാണെങ്കിൽ ഫയർവാൾ അത് ബ്ലോക്ക് ചെയ്യും. അത് ബ്ലോക്ക് ചെയ്യുന്ന സർവീസ് എനേബിൾ ആണെങ്കിൽ നമുക്ക് ഈ ഫയർവാളിലൂടെ കിട്ടുന്ന മാക്സിമം സ്പീഡ് ആണ് 1 GB ത്രൂപുട്ട്. അതേസമയം 60Fലാണെങ്കിൽ 1.4 GB വരെ ത്രൂപുട്ട് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഡിഫറൻസ് ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഫോർട്ടിനെറ്റ് ആക്സസ് പോയിന്റ് ലിമിറ്റ്. 40Fൽ നമുക്ക് മാക്സിമം കണക്ട് ചെയ്യാവുന്ന ഫോർട്ടിനെറ്റിന്റെ ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത് 10 ആണ്. 10 വരെയാണ് നമുക്ക് ഇതിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇത് യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഫോർട്ടിനെറ്റിൽ ഒരു 40 കൺട്രോളർ ഉണ്ട്. ആ കൺട്രോളറിൽ നമുക്ക് മാക്സിമം ആഡ് ചെയ്യാവുന്ന ഫോർട്ടിനെറ്റ് ആക്സസ് പോയിന്റ് എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. അതേസമയം 60Fലോട്ട് വരുമ്പോൾ അത് 30 ആണ്. 30 ആക്സസ് പോയിന്റ് വരെ നമുക്ക് ഇതിൽ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ കണക്ട് ചെയ്യുന്ന മാക്സിമം ഫോർട്ടിനെറ്റ് സ്വിച്ചുകളുടെ എണ്ണം എന്ന് പറയുന്നത് 40Fലാണെങ്കിൽ 8 എണ്ണവും 60Fലാണെങ്കിൽ 16 എണ്ണമാണ്. 40Fൽ ത്രെഡ് പ്രൊട്ടക്ഷൻ ത്രൂപുട്ട് എന്ന് പറയുന്നത് 600 Mbps ആണെങ്കിൽ 60Fൽ അത് 700 Mbps ആണ്. ഇനി IPsec VPN ത്രൂപുട്ട് നോക്കുകയാണെങ്കിൽ IPsec VPN 60Fൽ 4.4 GB ആണെങ്കിൽ 60Fൽ അത് 6.5 GB ആണ്. NGFW ത്രൂപുട്ട്, നെക്സ്റ്റ് ജനറേഷൻ ഫയർവാൾ ത്രൂപുട്ട് എന്ന് പറയുന്നത് എല്ലാ സർവീസുകളുടെയും, എല്ലാ സെക്യൂരിറ്റി സർവീസുകളുടെയും ഒരു കമ്പൈൻ ആയിട്ട് പറയുന്ന ഒരു ടേമാണ്. അത് 40Fൽ വരുമ്പോൾ 800 Mbps ആണെങ്കിൽ 60Fൽ അത് 1 GB ആണ്. പിന്നെ പറയാനുള്ളത് ഈ ഡിവൈസിലെ VPN കപ്പാസിറ്റി ആണ്. ഇതിൽ 2 ടൈപ്പ് VPNകളാണ് വരുന്നത്. ഒന്ന് IPsec, മറ്റൊന്ന് SSL VPN. SSL VPN ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇവർ തന്നെ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് വർണബിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ ഓൺ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്ത് 2 ഫാക്ടർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ SSL VPN യൂസ് ചെയ്യാവൂ. ഫോർട്ടിനെറ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ IPsec അല്ലെങ്കിൽ സീറോ ട്രസ്റ്റ് നെറ്റ്വർക്ക് ആക്സസ് എന്ന് പറയുന്ന സർവീസ് യൂസ് ചെയ്യാനാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി IPsec VPNകളുടെ ക്വാണ്ടിറ്റി നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പയർ ചെയ്യണമെങ്കിൽ 40Fൽ നമുക്ക് മാക്സിമം ചെയ്യാവുന്ന IPsec VPN എന്ന് പറയുന്നത് 200 ആണ്. 60Fൽ അത് 500 ആണ്. ഇനി ഈ ഫോർട്ടിനെറ്റ് ഫയർവാൾ ബാക്കിയുള്ള ബ്രാൻഡുകളായിട്ടുള്ള കമ്പയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് പറയാവുന്ന കുറച്ച് അഡ്വാൻറ്റേജുകൾ ഒന്നാണ് ഇതിന്റെ DYDNS ഫീച്ചർ. ഫോർട്ടിനെറ്റിൽ DYDNS ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സർവീസാണ്. അതേസമയം നമ്മൾ വേറെ ഏതെങ്കിലും ഫയർവാൾ, സോഫോസ് ആയാലും സോണിക് ആയാലും നമ്മൾ DYDNSന്റെ സർവീസ് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇതിന്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള 40DDNS സർവീസ് വെച്ചിട്ട് നമുക്ക് ഫയർവാളുകൾ തമ്മിൽ ഫ്രീ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മറ്റൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാവുന്നത് ഈ 60F ആയാലും 40F ആയാലും 80F, 100F, 200F എല്ലാം കോൺഫിഗർ ചെയ്യുന്നത് ഒരേപോലെയാണ്. ഇതിന്റെ ഇന്റർഫേസും കാര്യങ്ങളെല്ലാം
ഒരേപോലെയാണ്. കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം ഡിഫറെന്റ് ആണെങ്കിലും 40F കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് നമുക്ക് അതിന്റെ ഹയർ സിസ്റ്റംസും കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഫോർട്ടിനെറ്റിൽ നമുക്ക് പറയാവുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇവരുടെ ആപ്ലിക്കേഷൻ ബേസ്ഡ് VPNs. ഫോർട്ടിനെറ്റ് എല്ലാ പ്ലാറ്റ്ഫോമിലും അവർ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാക് ആയാലും ലിനക്സ് ആയാലും മൊബൈൽ ആയാലും ആൻഡ്രോയിഡ് iOS ഏത് പ്ലാറ്റ്ഫോമിലും വിൻഡോസിലായാലും ഫോർട്ടി കണക്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലയന്റ് VPN കോൺഫിഗർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഫോർട്ടിനെറ്റിൽ വരുന്ന ലൈസൻസിങ് ഒരു 3-4 ലൈസൻസുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. അത് തന്നെ നമുക്കൊരു 2-3 തരത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒന്ന് UTM എന്ന് പറയും. UTM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വെബ് ഫിൽറ്ററിംഗ്, കണ്ടന്റ് ഫിൽറ്ററിംഗ് തുടങ്ങിയ സർവീസുകളും ഇതിന്റെ വാറണ്ടിയും ചേർത്ത് വരുന്ന ഒരു സർവീസാണ്. ഏകദേശം ഈ ഡിവൈസിന്റെ 70% ഒരു വർഷത്തെ റിന്യൂവൽ കോസ്റ്റ് വരും. 40 കെയർ എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. ഹാർഡ്വെയർ വാറണ്ടിയും ഫേം വേർഷൻ അപ്ഡേറ്റ് മാത്രം കിട്ടുന്ന ഒരു വാറണ്ടിയാണ് 40 കെയർ വാറണ്ടി. അത് കിട്ടും. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡിവൈസിന്റെ ഏകദേശം 30% ഒരു 1 ഇയർ റിന്യൂവലിന് വരുന്ന കോസ്റ്റ്. മറ്റൊരു ലൈസൻസ് ആണ് ഇതിൽ വരുന്നത് 40 ടോക്കൺ ലൈസൻസ്. അതായത് 40 ടോക്കൺ എന്ന് പറയുന്നത് ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു 2 ഫാക്ടർ ഓതന്റിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് 2 യൂസറിനുള്ളത് ബിൽറ്റിൻ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് അഡീഷണൽ യൂസേഴ്സ് വേണമെങ്കിൽ, അതായത് നമ്മൾ VPN കാര്യങ്ങളെല്ലാം കോൺഫിഗർ ചെയ്യുമ്പോൾ ഒരു മൾട്ടി ഫാക്ടർ സെറ്റപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതിനൊരു അഡീഷണൽ ലൈസൻസിന്റെ ആവശ്യം വരും. അങ്ങനെയുള്ള സമയത്തെല്ലാം അഡീഷണൽ ആയിട്ടൊരു ലൈസൻസ് നമ്മൾ മേടിക്കേണ്ടത്. അത് 10, 20, 30 അങ്ങനെ ക്വാണ്ടിറ്റിയിലാണ് കിട്ടുന്നത്. അതൊരു 1 ടൈം ലൈസൻസ് ആണ്. അതൊരു ഡിവൈസിൽ നമ്മൾ വൺസ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം നടന്നുപോകും. ഇനി നമ്മൾ ഇത് കോൺഫിഗർ ചെയ്യാനാണെങ്കിൽ ഇതിന്റെ ഡീഫോൾട്ട് IP എന്ന് പറയുന്നത് 192.168.1.99 ആണ്. യൂസർ നെയിം അഡ്മിനും പാസ്വേഡ് ബ്ലാങ്കും ആണ്. ലാനിൽ നമ്മുടെ PC കണക്ട് ചെയ്തിട്ട് ഇതിൽ ബൈ ഡീഫോൾട്ട് ഒരു DHCP ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് IP കിട്ടും. IP കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാനുവൽ ആയിട്ട് ഈ സെയിം റേഞ്ചിലുള്ള, അത് 1 റേഞ്ചിലുള്ള IP നമ്മുടെ PC യിൽ അസൈൻ ചെയ്തിട്ട് വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 192.168.1.99 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ലോഗിൻ വിൻഡോ കിട്ടും. അവിടെ അഡ്മിനും പാസ്വേഡ് ബ്ലാങ്ക് ആയിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഇവർ പുതിയ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ പുതിയ പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഡിവൈസ് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്നതിന് ഫോർട്ടിനെറ്റിന്റെ സൈറ്റിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് ഫോർട്ടിനെറ്റിന്റെ സൈറ്റിൽ സൈൻ അപ്പ് ചെയ്യുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഈ ഫയർവാൾ നെറ്റ് കണക്ട് ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഡാഷ്ബോർഡിൽ പോകാം. അവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ലോഗിൻ ID, പാസ്വേഡ്, ഏതാണ് കൺട്രി, ഏതാണ് സപ്ലയർ, എല്ലാ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഈ ഡിവൈസ് ആഡ് ചെയ്യും. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫോർട്ടിനെറ്റ് അക്കൗണ്ടിൽ നമ്മളുടെ ഈ ഡിവൈസ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ത്രൂ ആണ് നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം എനേബിൾ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഫോർട്ടിനെറ്റിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ഡിവൈസുകളും അതാത് അക്കൗണ്ടിൽ ആഡ് ചെയ്യുന്നത്. 40F വിത്ത് ലൈസൻസ് ഇവിടുത്തെ വില എന്ന് പറയുന്നത് ഏകദേശം 2500 ദിർഹമാണ്. നാട്ടിൽ ഏകദേശം 57,000 രൂപ. 60F വിത്ത് ലൈസൻസ് ഇവിടുത്തെ വില എന്ന് പറയുന്നത് 4000 ദിർഹം. നാട്ടിലെ ഏകദേശം 91,000 രൂപ. അപ്പോൾ ഫോർട്ടിനെറ്റ് ഫയർവാളിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിൽ കുറെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. VPN എങ്ങനെയാണ്, ഇതിന്റെ ബേസിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്, IPsec, പോർട്ട് ഫോർവേഡിംഗ് അല്ലെങ്കിൽ DMZ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത്, കണ്ടന്റ് ഫിൽറ്ററിംഗ്, ആപ്ലിക്കേഷൻ കൺട്രോൾ, SD-WAN തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. അതെല്ലാം ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതെല്ലാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്